ഇന്ന് നമുക്ക് ബ്രെഡും ഏത്തപ്പഴവും വെച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ 4 മണി കാപ്പിക്കോ എങ്ങനെങ്കിലും കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള നല്ലൊരു സാധനം ഉണ്ടാക്കാമേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം. അപ്പൊ ഞാൻ നല്ലോണം പഴുത്ത ഒരു ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിന്റെ സൈഡൊക്കെ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ്, മുഴുവനും പോയിട്ടില്ല, കുറച്ച് കട്ടിയായിട്ടുള്ള ഭാഗം മാത്രം കളഞ്ഞു. അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഏത്തപ്പഴത്തിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. തീരെ കനം കുറച്ചാകല്ലേ, എന്നാൽ കുറച്ചൊത്തിരി അങ്ങ് കനത്തിലും ആകില്ല. ഈ വലുപ്പത്തില് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഏത്തപ്പഴം കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇത് നെയ്യിൽ തന്നെ കിടന്ന് കുറച്ചൊന്ന് വാടി വരുമേ, ഒരു ബ്രൗണിഷ് കളറാവും. അത്ര നേരം ഇതൊന്ന് ഫ്രൈ ചെയ്യുന്ന പോലെ ആക്കണം. ഏത്തയ്ക്ക ഇതേപോലെ ഫ്രൈ ചെയ്യുന്നതിന് എപ്പോഴും നോൺ സ്റ്റിക്കിന്റെ ഒരു പാനാണ് നല്ലത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർക്കാൻ ഈ തവി എന്താ ഞാൻ ഉപയോഗിച്ചതെന്ന്. ഇതാകുമ്പോ എളുപ്പമുണ്ട്. എന്തെങ്കിലും മറ്റേ നോൺ സ്റ്റിക്കിന്റെ ഉള്ളത് കൊണ്ട് അത്രയും ശരിയായിട്ട് അങ്ങോട്ട് ഇളകി കിട്ടത്തില്ല. തിരിച്ചിടാൻ അല്പം കട്ടിയുള്ള പോലെ, അതുകൊണ്ട് ഞാൻ ഇത് എടുക്കുന്നത്. ഇത് ഞാനിട്ടിങ്ങനെ ഉരയ്ക്കുന്നില്ലല്ലോ. എല്ലാം ഇതേപോലെ ഒന്ന് തിരിച്ചിടുവാണ്. ഏത്തയ്ക്ക ഇത്രയും ആയാൽ മതിയേ. ഇതുപോലെ കളറിലൊന്നും ആയാൽ മതി. ശരിക്കും നെയ്ക്കാത്തത് വഴന്നു കിട്ടുക. ഇതേ പാനിലോട്ട് തന്നെ അല്പം നെയ്യ് കൂടെ, അധികം വേണ്ട. അധികം നെയ്യൊന്നും അകത്ത് ചെല്ലുമെന്ന് പേടിക്കണ്ട കേട്ടോ. കുറച്ച് നെയ്യ് വേണേ. നമ്മൾ എടുത്തിരിക്കുന്ന 4 പീസ് ബ്രെഡും ഇതേപോലെ വന്നിട്ട്, ഏത്തയ്ക്കയെല്ലാം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നെയ്ക്കകത്തൊന്ന് ചെറുതായിട്ട് തിരിച്ചു മറിച്ചിട്ട് ഈ ഒരു ബ്രൗൺ കളർ വരെ ആകുന്നിട വരെ, ഒത്തിരി നെയ്യല്ല, അല്പം നെയ്ക്കകത്ത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലൊന്ന് ചെറുതായിട്ട് മൂത്ത് കിട്ടിയാൽ മതി. ഇനി നമ്മൾ എടുത്ത് വെച്ച ഏത്തയ്ക്ക ബ്രെഡിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കുക. അടുത്ത ബ്രെഡ് അതിന് മുകളിൽ വെക്കാം. എല്ലാം ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയമായാലോ ആ ഒരു പീസ് ചൂടായിട്ടിരിക്കുന്നു. ഇനി ഇതുപോലെ ഇനി തിളപ്പിച്ച് ചെറു ചൂടുള്ള പാലാണ്. ഇതില് കുറച്ച് മാത്രം, 1 സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. കുറച്ച് ഏലക്കാപ്പൊടിയും ഉണ്ട്. എനിക്ക് അധികം ഷുഗർ വേണ്ട, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം മധുരം ഇട്ടത്. നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര വേണോ അതിന്റെ അനുസരിച്ചിടാമേ. ബ്രെഡ് ആയാലും മധുരമുള്ള ബ്രെഡ് അല്ലായിരുന്നു. കുറച്ചുകൂടെ പാല്.
ഇനി ഈ പാല് മുഴുവൻ ഒന്ന് പറ്റി വരണേ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് സാധാരണ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായാലും കഴിക്കാവുന്നതാണ്. ഞാൻ സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അധികം ഷുഗർ ചേർക്കാൻ. ഏത്തപ്പഴം ആയാലും നമ്മൾ നെയ്ക്കകത്തൊന്ന് വറുത്തെടുത്തപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് അതിനും വരുന്നത്. ഈ പാല് മുഴുവനും പറ്റി ഇതിലൊന്ന് ഇതുപോലെ പറ്റിച്ചെടുക്കാം. ഇപ്പൊ പാലെല്ലാം പറ്റി വന്നിട്ടുണ്ട്. പാലെല്ലാം ബ്രെഡിലായിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാതോ എങ്ങനെ വേണേലും കഴിക്കാമേ. ബ്രെഡും ഏത്തപ്പഴവും എല്ലാം പാലും കൂടെ ആയപ്പോഴേ നല്ലൊരു ഹെൽത്തി ഫുഡാണ്. അപ്പം പലരും ചോദിക്കാം ബ്രെഡ് നല്ലതാണോ? ബ്രെഡല്ലേ സാധാരണ ദേശത്തൊക്കെ രാവിലത്തെ ഫുഡായിട്ടൊക്കെ കഴിക്കാറുള്ളത്. അവര് ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ മിക്കവാറും ബ്രെഡാണ് കഴിക്കാറുള്ളത്. അപ്പൊ ഈ ഏത്തപ്പഴം നമ്മൾ നെയ്ക്കകത്തൊന്ന് ഫ്രൈ ചെയ്തപ്പോഴേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെയാണ്. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഷുഗർ കൂടുതൽ വേണമെങ്കിൽ പാലിനകത്ത് കൂടുതൽ ഷുഗർ ആഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരി മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും.